എൻ്റെ പേര് അമല. ഞാൻ കോഴിക്കോട് ജില്ലയിലെ ചെമ്പുകട ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ 5-നാണ്. ആദ്യമായിട്ട് ഓൺലൈനിലായിരുന്നു ഉടമ്പടി എടുത്തത്. ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റാണ്, അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് അവിടെ നിന്നായിരുന്നു. ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ വെച്ചിരുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. എനിക്ക് PCODയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് പീരീഡ്സ് റെഗുലർ അല്ലായിരുന്നു. അപ്പം നാട്ടിൽ കാണിച്ചപ്പം ഡോക്ടർ മരുന്ന് തരും. മെഡിസിൻ കഴിക്കുമ്പം റെഗുലറാകും, പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും ഇറഗുലറാകും. അങ്ങനെ ഞാൻ അബുദാബിയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് അവിടെ ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, PCODയുടെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, മെഡിസിൻ കഴിക്കണം എന്നാലേ മാറുള്ളൂ എന്ന് പറഞ്ഞു. നമുക്ക് ട്രൈ ചെയ്യാൻ കൺസീവ് ആവാൻ ഫസ്റ്റ് മെഡിസിൻ കഴിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2022 ജൂണിൽ വെക്കേഷന് നാട്ടിൽ വരാൻ സാധിച്ചത്. ഞാൻ വെക്കേഷന് വന്ന പിറ്റേ ദിവസം തന്നെ എനിക്ക് ഇവിടെ വരണമെന്ന്, അമ്മയുടെ അടുത്ത് വരണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ ജൂൺ 6-ന് ഇവിടെ വന്നു. 5-നാണ് ഞങ്ങൾ അബുദാബിയിൽ നിന്ന് നാട്ടിൽ വന്നത്. 6-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ അന്നു മുതൽ എന്നും മാതാവിൻ്റെ വിശുദ്ധ തൈലം എൻ്റെ വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു എൻ്റെ PCOD ഒരു മരുന്നും കൂടാതെ എൻ്റെ മാതാവ് എനിക്ക് മാറ്റിത്തരുമെന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ച് അബുദാബിക്ക് പോയി. 6 മാസം ആകുന്നതിന് മുന്നേ ഞാൻ കൺസീവായി. 2023 ഒക്ടോബർ 12-ാം തീയതി എൻ്റെ അമ്മ മാതാവ് എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. എനിക്ക് കോടാനുകോടി അനുഗ്രഹം തന്ന എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി. അതുപോലെ തന്നെ ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടെ ജോലി ചെയ്യണം, മെഡിക്കൽ പ്രൊഫഷണൽ ജോലി ചെയ്യണമെങ്കിൽ അവിടുത്തെ എക്സാം പാസ്സാവാതെ പറ്റില്ല. അപ്പം ഫസ്റ്റ് ടൈം ഞാൻ പോയ സമയത്ത് 2 പ്രാവശ്യം ഹാദ് എക്സാം എഴുതി ഞാൻ ഫെയിലായി. അപ്പം 3ാമതൊരു ചാൻസും കൂടി ഉള്ളൂ. അത് എഴുതി ഫെയിലായാൽ പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് DHA ട്രൈ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ DHA എക്സാം ട്രൈ ചെയ്തു. 2 പ്രാവശ്യം ഞാൻ DHA എക്സാം എഴുതി, അതും ഞാൻ ഫെയിലായി. അപ്പോഴാണ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തത്. എനിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു മാതാവ് എന്തെങ്കിലും അത്ഭുതം കാണിക്കും. കാരണം എൻ്റെ കഴിവ് കൊണ്ടല്ല ഒരിക്കലും ഞാൻ എക്സാം പാസ്സായത്. അങ്ങനെ ഡിസംബർ 19-ന് ഞാൻ എക്സാം ഡേറ്റ് എടുത്തു. രാവിലെ ആയിരുന്നു എക്സാം. ഞാൻ പോയപ്പോൾ എൻ്റെ ഒരു കസിൻ ചേച്ചി എനിക്കൊന്നൊരു ചെറിയ കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു മാതാവിൻ്റെ. അതും കൊണ്ടാണ് ഞാൻ പോയത്. എനിക്ക് ഡ്യൂട്ടി ടൈം സ്പ്ലിറ്റായിരുന്നു. അപ്പം ഉച്ചയ്ക്കുള്ള ടൈമിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് റൂമിൽ വന്നിട്ട്. ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എപ്പോഴും കൃപാസനത്തിൽ ജോസഫ് അച്ഛൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. ഇവിടെയുള്ള ഓരോ സാക്ഷ്യങ്ങളുമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ എൻ്റെ ബുക്ക് തുറന്ന് നോക്കിയില്ല, അതിന് മുന്നേ പഠിച്ചതേ ഉള്ളൂ, പിന്നെ ഞാൻ പഠിച്ചിട്ടില്ല. അങ്ങനെ 19-ാം തീയതി ഞങ്ങൾ രാവിലെ എക്സാം എഴുതാൻ പോയി. അവിടുന്ന് എക്സാം എഴുതി ഹാളിൽ കയറിയപ്പോൾ അവർ എൻ്റെ കയ്യിൽ കാശ് രൂപം അകത്ത് കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. കാരണം അവർ അനുവദിക്കില്ലായിരുന്നു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു അത് പുറത്ത് വെക്കണമെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ എന്തായാലും മനസ്സിൽ പ്രാർത്ഥിച്ചു. എക്സാം ഹാളിൽ കയറി ഞാൻ കമ്പ്യൂട്ടറിന് മുമ്പിലിരുന്നപ്പോൾ ഞാൻ മാതാവിന് ഇതിനകത്ത് കയറാൻ ആരുടെയും അനുവാദം വേണ്ട, ഇതിൻ്റെ പുറത്ത് വരെ മാതാവിന് എൻ്റെ കൂടെ വരാൻ പറ്റുമെങ്കിൽ അമ്മയ്ക്ക് എൻ്റെ കൂടെ അകത്ത് വന്ന് എന്നെ സഹായിക്കാൻ പറ്റും. അങ്ങനെ ഞാൻ ഓരോ ക്വസ്റ്റ്യനും ഓപ്പൺ ചെയ്ത് അമ്മേനോട് പ്രാർത്ഥിച്ചിട്ട് എഴുതി. എനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ പോലും ഞാൻ തെറ്റിച്ചിട്ടാണ് എഴുതിയത്. അതെനിക്ക് 100% ഉറപ്പാണ്. പക്ഷേ എനിക്ക് അമ്മയിൽ വിശ്വാസം ഉണ്ടായിരുന്നു. സാധാരണ എക്സാം എഴുതിയാൽ 3 ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരുള്ളൂ. അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു. ഞങ്ങൾ റൂമിൽ ചെന്ന് ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം ഓൺലൈനായിട്ട് ലൈവായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു സൈൻ കാണിച്ചു തരണം, ഞാൻ ഈ എക്സാമിൽ പാസ്സാവുമെങ്കിൽ. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം പെട്ടെന്ന് ഫ്യൂ സെക്കൻഡ്സ് ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് അമ്മേൻ്റെ സുഗന്ധാഭിഷേക തൈലം ഉണ്ടായി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് കരച്ചിലാണ് വന്നത്. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു അമ്മ മാതാവ് എന്നെ ജയിപ്പിക്കുമെന്ന്. ആ ഉടമ്പടി ധ്യാനം മുഴുവൻ കണ്ടു കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാനത് പാസ്സായിരുന്നു. ഈ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് 1000 നന്ദി. ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിന് ഒരുപാട് നന്ദി. യേശുവേ സ്തുതി, യേശുവേ നന്ദി. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. പ്രാർത്ഥിക്കുമായിരുന്നു പണ്ടും, പക്ഷേ ഇപ്പോൾ ഒന്നും കൂടെ കൂടുതൽ കൊന്ത ചെല്ലാനും അമ്മേനോട് പ്രാർത്ഥിക്കാനും ഒക്കെ
സാധിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളാൻ പറ്റുന്നുണ്ട്. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അവിടെ എന്നാണോ ഓഫ് കിട്ടുന്നത്, അതല്ല ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിലൊക്കെ കുർബാനയ്ക്ക് ഞങ്ങൾ പോകാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ അതുപോലെ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് മാക്സിമം ഞങ്ങൾ ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഈ ഓരോ ചികിത്സാ സഹായങ്ങൾ വരുന്ന അതൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ അവിടെ ഒരു വയോജന ഒരു സദനമുണ്ടായിരുന്നു. അവിടെ ഒരു ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുചെന്ന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ബൈബിള് എന്നും അരമണിക്കൂർ വായിക്കാൻ ഭയങ്കര ഉത്സാഹമായിരുന്നു. വായിച്ചില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിന് UAE ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ചാൻസ് ഗോൾഡൻ ചാൻസിന് കൊടുത്തു, പക്ഷെ അത് ഫെയിലായി. അപ്പം ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ സെയിം ഡേറ്റിന് മാതാവ് ഹസ്ബൻഡിന് UAE ലൈസൻസ് കൊടുത്ത് അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി. സങ്കീർത്തനം 37:4-5 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഓൺലൈൻ ഉടമ്പടിയുടെയും ഇവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെയും ഒക്കെ കൃപകൾ തങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് ലഭിച്ച സാക്ഷ്യമാണ് അമല തോമസ് പങ്കുവയ്ക്കുന്നത്. കുഞ്ഞിനെ ലഭിച്ചതും താൻ എത്ര പ്രാവശ്യം DHA എക്സാം എഴുതി, എന്നാൽ എങ്ങനെയാണ് പിന്നീട് തനിക്ക് 4ാം തവണ അത് പാസ്സാകാൻ സാധിച്ചത്. അതിന് മുൻപ് ഹാർഡ് എക്സാം എഴുതിയ ആളാണ്. പിന്നീട് ഈ DHA എക്സാം ഇത് പാസ്സായില്ലെങ്കിൽ ഇനി ഈ മകള് UAEയിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു പോരുകയേ നിവർത്തിയുള്ളൂ. ആ ഒരു ലാസ്റ്റ് ചാൻസാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ താൻ തിരിച്ചു പോരേണ്ടി വരും എന്നുള്ള അവസ്ഥയിൽ ദൈവം എങ്ങനെയാണ് തിരുവചനത്തിൽ അരുളി ചെയ്തതുപോലെ നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ദൈവം കർത്താവ് എല്ലാ കാര്യങ്ങളും നിൻ്റെ കാര്യം നോക്കിക്കൊള്ളുമെന്നാണ് 37-ാം സങ്കീർത്തനത്തിൽ നിൻ്റെ ജീവിതം കർത്താവിന് ഫലമേൽപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും, അവിടുന്ന് നിൻ്റെ ആഗ്രഹം സാധിച്ചു തരുമെന്നാണ് പറയുന്നത്. ഈ തിരുവചന പ്രകാരം തനിക്ക് തങ്ങളെ പൂർണ്ണമായും വിശ്വസിച്ചു. താൻ എഴുതിയ എക്സാം എങ്ങനെയാണ് എഴുതിയത്, അമ്മയെയും കൊണ്ട് പോവുകയാണ്. അമ്മയോട് പറയുന്ന കാര്യങ്ങൾ ഇന്ന് എത്രയോ മക്കളാണ് ഇതേപോലെ സംസാരിക്കുന്നത്. അതായത് അമ്മ കൂടെ വരണം, എൻ്റെ എക്സാം ഹാളിന് പുറത്തല്ല അമ്മ നിൽക്കേണ്ടത്, അമ്മയ്ക്ക് അകത്ത് വരാൻ പറ്റും. അവിടെയുള്ള ഓഫീസേഴ്സ് തടഞ്ഞാലും അമ്മയ്ക്ക് വരാതിരിക്കാൻ പറ്റില്ല, അമ്മ എൻ്റെ കൂടെ വരും. അപ്പോഴിങ്ങനെയൊക്കെ വളരെ ഹൃദ്യമായിട്ട് നാം വിളിക്കുമ്പോൾ ആരാ കൂടെ വരാത്തത്? അതുതന്നെയാണ് ഇവിടെയും നടക്കുക. ഇന്ന് ദൈവത്തെ ഇത്രയേറെ തീഷ്ണതയോടെ സ്നേഹത്തോടെ കൂടെ വരാൻ ക്ഷണിക്കുമ്പോൾ ഈ ഒരു ക്ഷണം അത് കൃപാസന മാതാവ് നമ്മുടെ കൂടെ വരുന്നതും അമ്മ എങ്ങനെയാണ് പരീക്ഷാ ഹാളിൽ നമുക്ക് എക്സാമിൻ്റെ ഓരോ അവസരങ്ങളിൽ അമ്മ എങ്ങനെ നമുക്ക് സന്തത സഹചാരിയായിട്ടും അതുപോലെ സാന്നിധ്യമായിട്ടുമൊക്കെ കൂടെ വരുന്നു എന്നുള്ളത് അമ്മയുടെ കാശുരൂപവും പിടിച്ച് എക്സാം എഴുതുന്നതിൻ്റെ റിസൾട്ടുകൾ നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അങ്ങനെ തൻ്റെ എക്സാം പാസ്സാകുന്നു. വീണ്ടും തൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈസൻസ് അതൊക്കെ നാളുകളായിട്ട് ലഭിക്കാതിരുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് തങ്ങൾക്കത് കൃപയായിട്ട് പരിണമിക്കുന്നത്? ബൈബിൾ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള ഒരു ആർത്തി എന്ന് തന്നെ പറയാം. ഇന്ന് അതാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത്. വചനം മാംസമാകാനായിട്ട് അമ്മ സ്വയം സമർപ്പിച്ചവളാണ്. ഈ അമ്മയാണ് ഇന്ന്, അമ്മയുടെ മധ്യസ്ഥതയിലാണ് നാം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. അമ്മ ഉദരത്തിൽ ഈശോയെ സ്വീകരിച്ചു, നാം ഹൃദയത്തിൽ നാം ഈശോയെ സ്വീകരിക്കുകയാണ്, വചനമാകുന്ന ഈശോയെ. അതാണ് ബൈബിളിനോട് നമുക്ക് തോന്നുന്ന ആർത്തി, ആഗ്രഹം. അത് തീഷ്ണതയാണ്. ഈ തീഷ്ണത കൊണ്ട് ജ്വലിച്ച് ഇന്ന് തങ്ങളുടെ ആത്മീയ ജീവിതത്തിലൊക്കെ വന്ന മാറ്റങ്ങളൊക്കെ ഓരോ വ്യക്തികളും പങ്കുവയ്ക്കുമ്പോൾ അതൊക്കെ തന്നെയാണ് നിത്യതയിലേക്ക് നമ്മെ യോഗ്യരാക്കുന്ന കൃപയുടെ വഴികൾ. കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകൾക്കും ഈശോയെ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ്
ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.